പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എന്റെ ചങ്കാണി, എന്റെ ഉയിരാണി, എന്റെ അഴകാണി, അമൃതാണി യേശു. അപ്പന്റെ മുഖത്തോട്ടൊന്ന് നോക്കിക്കൊള്ളു. എന്റെ ചങ്കാണി, എന്റെ ഉയിരാണി, എന്റെ അഴകാണി, അമൃതാണി യേശു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചതാണ്. വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഫെബ്രുവരി മാസം 28 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു ദൈവപ്രവൃത്തി. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. 6-ാമത്തെ വാക്യം, അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്നത് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു ദൈവപ്രവൃത്തി. നിങ്ങൾ ഈ ആഴം ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഇതാ ഈ വചന പശ്ചാത്തലം നാം ഇന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അമ്മയുടെ ഉദരം മുതൽ 40-ലധികം വർഷമായി നടന്നിട്ടില്ലാത്ത മുടന്തനായ ഒരു മനുഷ്യനെ കുറിച്ചാണ്. ദിനം പ്രതി ദേവാലയത്തിൻ്റെ ഫ്രണ്ടിൽ ഭിക്ഷ യാചിക്കുവാൻ ചിലവർ ചുമന്നുകൊണ്ട് അവനെ ഇരുത്തും. ഒരാൾ എടുക്കാതെ അല്ലെങ്കിൽ ഒരാൾ സഹായിക്കാതെ അവന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ കഴിയത്തില്ല. ആരുടെയും ഒരു സഹായമില്ലാതെ ഇതുവരെയും ഒരു നന്മ അവൻ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ നിലയിൽ 40-ലധികം വർഷമായി മുടന്തനായ മനുഷ്യൻ ഇതാ പത്രോസും യോഹന്നാനും കടന്നു പോകുന്ന ആലയത്തിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. അവൻ ഇതുവരെയും ആരെല്ലാം വന്നിട്ടുണ്ടോ അവരെ എല്ലാം ഭിക്ഷ യാചിച്ചിട്ടുണ്ട്, ഭിക്ഷ ചോദിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ, അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടക്കുവാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. ഇതാ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവരോട് അവൻ ഭിക്ഷ ചോദിക്കുകയാണ്, എനിക്കെന്തെങ്കിലും തരണം. ആ നിലയിൽ ചോദിക്കുമ്പോൾ 4-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത്, പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കുവിൻ എന്ന് പറഞ്ഞു. 4-ാമത്തെ വാക്യം ശ്രദ്ധിക്കുമ്പോൾ അവൻ ചിന്തിക്കുന്നത്, ഞങ്ങളെ നോക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്തെങ്കിലും പ്രതീക്ഷിക്കുകയാണ്. ആ പ്രതീക്ഷിക്കുന്ന വാക്യം തുടങ്ങിയാണ് നമ്മൾ കുറി വാക്യമായി ശ്രദ്ധിക്കുന്നത്. 5-6 വാക്യങ്ങൾ. അവൻ അവരെ സൂക്ഷിച്ചു നോക്കി, കാരണം ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും അവരിൽ നിന്ന് ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പത്രോസ് പറയാണ്, വെള്ളിയും പൊന്നും എനിക്ക് തരാനില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളും ഇന്ന് ഈ വചനത്തെ സ്വീകരിക്കണം. ഇവൻ പ്രതീക്ഷിച്ചത് അവരിൽ നിന്ന് എന്തെങ്കിലും ഒന്നാണ്. എന്നാൽ 40 വർഷമായി അവൻ എഴുന്നേൽപ്പിക്കത്തില്ലെന്നും 40 വർഷമായി അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ രോഗത്തെ ആ സമയത്ത് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു ദൈവപ്രവൃത്തി അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. നിങ്ങൾ എത്ര പേർ ഈ പ്രഭാതത്തിൽ ഇത് സ്വീകരിക്കുവാൻ തയ്യാറാകും? നിങ്ങളെ നോക്കി അറിയാം, ശത്രുവിനൊരു പ്രതീക്ഷ കാണും, ഇവൻ ഇങ്ങനെയാകും, ഇങ്ങനെ അവസാനിക്കത്തോളം. നിങ്ങളും അല്ലെങ്കിൽ ആ നിലയിലായിരിക്കാം ഇന്ന് ആയിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ വിളിക്കുന്ന ദൈവം ഉന്നതന് മുകളിൽ ഉന്നതനാണ്. നാം സേവിക്കുന്നത് വലിയ ദൈവമാണ്.
നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുന്ന വലിയവനായ ദൈവം. ഹല്ലേലൂയ. ആ വലിയവനായ ദൈവത്തെയാണ് നമ്മൾ സഹായകനായി കാണുന്നത്. 121 സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം പറയുന്നു, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, യാക്കോബിനെ കൊന്ന ശേഷം പത്രോസിനെ ഹെരോദാവ് പിടിക്കുകയാണ്. യാക്കോബിനെ കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടു. ഇപ്പോൾ പത്രോസിനെ കാരാഗൃഹത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അറിയാം, യഹൂദന്മാർ പ്രതീക്ഷിക്കുന്നത്, ഹെരോദാവ് ചിന്തിക്കുന്നത് അടുത്ത ദിവസം പത്രോസിനെയും കൊല്ലുമെന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം, പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദാ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. ഇതാ സഭയുടെ പ്രാർത്ഥനയിൽ സഭസതയോടെ മുട്ടിപ്പായി പത്രോസിനെ വിടുവിക്കേണ്ടതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആ അർദ്ധരാത്രിയിൽ ദൂതൻ പത്രോസിന്റെ കാരാഗ്രഹത്തിൽ ഇറങ്ങിയാണ്. പത്രോസുമായി 1-ാമത്തെയും 2-ാമത്തെയും കാവൽ കടന്ന് പട്ടണവാതിൽക്കുള്ള ഇരുമ്പ് വാതിൽ അവർക്ക് സ്വതമേ തുറക്കുന്നതും കാണാൻ കഴിയുന്നുണ്ട്. ദൂതനെ കൊണ്ട് ഇതാ പത്രോസിനെ പുറത്തു കൊണ്ടുവരികയാണ്. അപ്പോൾ പത്രോസിന് സുബോധം വന്നു. സുബോധം വന്ന പത്രോസ് പറയുകയാണ്, വാസ്തവമായും എൻ്റെ ദൈവം എന്നെ യഹൂദാ ജനത്തിൻ്റെ പ്രതീക്ഷയിൽ നിന്നും ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ചിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രു വെച്ചിരിക്കുന്ന ചില പ്രതീക്ഷകൾ ഉണ്ടാകാം. ഇസ്രായേൽ മക്കളെ നോക്കി ഇതാ ഫറവോൻ പറയുകയാണ്, അവരെ മുമ്പിലെ വഴി അടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്കടൽ അവരവസാനിക്കാൻ പോവുകയാണ്. ഇനി അവർക്ക് മുമ്പോട്ട് വഴിയില്ല. അവരുടെ പിൻപിലെ വഴി ഞാനും അടയ്ക്കും. അവരെൻ്റെ കയ്യിൽ കുടുങ്ങിയിരിക്കുകയാണ്. അവർക്കിനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഇങ്ങനെ പല ഫറവോന്മാരും നിങ്ങളെ നോക്കി പറയുന്നുണ്ടാകാം. ഇങ്ങനെ പല ശത്രുക്കളും നിങ്ങളെ നോക്കി ചിന്തിക്കുന്നുണ്ടാകാം. എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു. എന്നെ ഈ പ്രഭാതത്തിൽ കേൾക്കുന്ന ചിലവരും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ മുൻപും പിൻപും അടഞ്ഞാലും നിന്റെ ഉയരത്തിലെ വഴി തുറന്നിരിക്കുന്നിടത്തോളം കാലം സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ശ്രദ്ധിച്ചോ. അറിയാം, ആ ആശുപത്രിയിലെ ഫയൽ ക്ലോസ് ചെയ്തിട്ടുണ്ടാകാം. അറിയാം, ബാങ്കിൽ ജപ്തി പേപ്പർ നിനക്ക് വേണ്ടി വന്ന ആ ഫയൽ ക്ലോസ് ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ നിത്യജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന നിന്റെ ഒരു വഴിയും ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഈ ദിവസങ്ങളിൽ ദൈവം തെളിയിക്കാൻ പോവുകയാണ്. കാരണം നീ പ്രതീക്ഷിച്ചതിനേക്കാൾ, ശത്രു പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഒരു അത്ഭുതം, വലിയ ഒരു ദൈവപ്രവൃത്തി എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ സംഖ്യാപുസ്തകം 17-ാം അധ്യായം ശ്രദ്ധിക്കാമെങ്കിൽ അഹരോനെ ദൈവം വിളിച്ചു എന്നും അഹരോനെ ദൈവം തിരഞ്ഞെടുത്തു എന്നും ഒറ്റ രാത്രി കൊണ്ട് ദൈവം തെളിയിക്കുകയാണ്. അഹരോന്റെ പേരെഴുതിയ വടി ഒറ്റ രാത്രി കൊണ്ട് തളർത്ത് പൂത്ത് ഫലം കായ്ച്ചു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, മത്സരികൾക്ക് ഒരു അടയാളമാക്കി അത് തീർത്തെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളോടും പരിശുദ്ധാത്മാവിന് പറയാനുണ്ട്, നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ, നിന്റെ ശത്രു പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു ദൈവപ്രവൃത്തി ഈ മണിക്കൂറിൽ സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. യോസേഫ് ഒരു സ്വപ്നം കണ്ട നിമിത്തം പൊട്ടക്കിണറിലും പൊത്തിഫറിന്റെ വീട്ടിലും ജയിലറയിലും ആയിത്തീർന്നു. എന്നാൽ ആരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിപ്പത്തിൽ ഒറ്റ ദിവസം കൊണ്ട് ഫറവോൻ ആളയച്ച് വിളിച്ച് അവനെ പുറത്തു കൊണ്ടുവരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും ഇതേപോലെ ദൈവം ചില നന്മകളെ തുറന്നു കാണിക്കാൻ പോവുകയാണ്. ചിലവരെ നിങ്ങൾക്ക് വേണ്ടി അയക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ പ്രതീക്ഷകൾക്കും അപ്പുറത്തായി ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കാൻ പോകുന്നു. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷകൾക്കും അപ്പുറത്തായി വലിയ ദൈവപ്രവൃത്തിയെ ഞങ്ങൾ റിലീസ് ചെയ്യുകയാണ്. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വലുത് എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഈ യൂട്യൂബ് ലിങ്കുകൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കാൻ തയ്യാറാകണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ ഒരു ഷെയർ ആയിരിക്കും ആ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെ കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി വിശ്വസിക്കുകയും സുവിശേഷത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്യുന്നവർ കഥാവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു, കടന്നു വരണം. വലിയ ദൈവപ്രവർത്തനം നേരിട്ട് കാണാം, പ്രാർത്ഥിക്കാം. നിങ്ങളെ മറ്റുള്ളവരെ കൂടെ അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നെങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.